നമസ്കാരം ഡാർക്ക് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന 3 ഗ്ലോ എഫക്റ്റ് പാക്കേജുകളെ കുറിച്ചാണ്. ഒരെണ്ണം പ്രോ ആണ് വിത്ത് ആനിമേഷൻ ഉള്ളതാണ്. പിന്നെ ഒരെണ്ണം വരുന്നത് സിമ്പിളായിട്ട് ആനിമേഷൻ ഒന്നുമില്ല ഗ്ലോ എഫക്റ്റ് മാത്രം വരുന്ന ഒരെണ്ണമാണ്. പിന്നെ ഫ്രീ ആയിട്ട് വരുന്ന 4 എണ്ണം ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് പരിചയപ്പെടാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് പ്രോ വേർഷൻ ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് നമ്മുടെ ഡാർക്ക് വുൾഫിൻ്റെ ഫോൾഡറിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലേ. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫ്രീ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ. ഈ ഒരു എഫക്റ്റ് ഇപ്പോൾ കാണിച്ച പോലെ തന്നെ ഇതേപോലെ ഒരു ആനിമേറ്റഡ് ഗ്ലോ എഫക്റ്റ് വരുന്നതാണ്. ഇതിൻ്റെ ബാക്കി സെറ്റിങ്സ് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് സൈഡിൽ വന്ന 2 ടൈപ്പ് ആനിമേഷനാണ് ഇതിൽ വരുന്നത് മെയിനായിട്ട്. ഒരെണ്ണം ഇതേപോലെ ജമ്പിംഗ് ആണ്. പിന്നെ ഒരെണ്ണം ഇതേപോലെ സ്മൂത്ത് ആണ്. അങ്ങനെ 2 ടൈപ്പ് ആനിമേഷനാണ് വരുന്നത്. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ഫസ്റ്റ് മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് മാറ്റാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഡാർക്ക് വുൾഫ് നമുക്ക് എന്തെങ്കിലും കൂടുതൽ എഴുതണമെങ്കിൽ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറെ എഴുതാം. ഇതിൻ്റെ താഴെ എന്തെങ്കിലും എഴുതണമെങ്കിൽ അതേപോലെ എൻ്റർ അടിച്ചിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ നിജിൻ എഴുതി. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് എത്ര ഫോൺസ് കയ്യിലുണ്ടോ അത്രയും മാറ്റാം. ഇനി വേണമെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ്ടിലേക്ക് മാറ്റാം. അത് മാത്രമല്ല മലയാളമൊക്കെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, കൊടുക്കുക. പിന്നെ സൈസ് നമുക്കിവിടെ ഫോണ്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ആനിമേറ്റഡ് ആയതുകൊണ്ട് എഡ്ജിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കട്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് ആനിമേഷന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചാണ്. അപ്പോൾ അത് പോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ടൈറ്റിൽ തൊട്ടിപ്പുറത്ത് സെറ്റിങ്സ് കണ്ടോ, ഈ സെറ്റിങ്സിൽ വന്നിട്ട് സൂം ചെയ്താൽ മതി. കണ്ടോ. അപ്പോൾ ആ എഡ്ജ് കട്ടായി പോകുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ആയിക്കോളും. കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കയറ്റി വെക്കാം, കുറച്ച് വെക്കാം. അപ്പോൾ അത് അനിമേഷനെ ബാധിക്കില്ല കേട്ടോ. പിന്നെ തൊട്ട് താഴെയായിട്ട് ട്രാക്കിംഗ് ആണ് വരുന്നത്. എന്താണ്, ലെറ്ററുകൾ തമ്മിലുള്ള വിഡ്ത്ത് ഇതേപോലെ നീക്കി വെക്കാനുള്ള ഓപ്ഷനാണ്. തൊട്ട് താഴെ ലൈനുകൾ തമ്മിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത് നമ്മുടെ അണ്ടർലൈൻ ആണ്. അണ്ടർലൈൻ ഇതേപോലെ ആഡ് ചെയ്ത് വെച്ചാൽ അണ്ടർലൈൻ ആഡ് ചെയ്യാം. പിന്നെ തൊട്ട് താഴെയായിട്ട് ഫോണ്ടിൻ്റെ അപ്പിയറൻസ് ആണ്. ഈ ഒരു ഫോണ്ടിൻ്റെ തിക്നെസ് നമുക്ക് കൂട്ടാം, തിക്നെസ് കുറയ്ക്കാം. അതായത് ബോർഡറിൻ്റെ തിക്നെസ് കൂട്ടാം കുറയ്ക്കാം. പിന്നെ തൊട്ടുപതി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഒരു ഫോണ്ട് കിട്ടും. പിന്നെ അതിനും അണ്ടർലൈനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ടർലൈൻ ഇങ്ങനെ വിട്ടിരിക്കാൻ കാരണം എന്താണെന്ന് അറിയാം, ട്രാക്കിംഗ് കൊടുത്തുകൊണ്ടാണ്. ട്രാക്കിംഗ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അണ്ടർലൈൻ കണ്ടിന്യൂസ് ആയിട്ട് വരും കേട്ടോ. ഇനി തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും, കളർ ഇങ്ങനെ മാറ്റിയിട്ട് ഇഷ്ടമുള്ള കളറിലേക്ക് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ താഴെ എന്താണ്, നമുക്കിങ്ങനെ മാനുവലി ഈ ഒരു ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് കളർ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് മുഴുവനായിട്ട് മുന്നോട്ടേക്ക് ഇട്ടാൽ വെള്ള കളറാവും. പിന്നെ ഓരോ കളറുകൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് മാനുവലി നോക്കി ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം അല്ലേ. ഇനി തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തിളക്കം കേട്ടോ. അതിൻ്റെ തിളക്കം അഡ്ജസ്റ്റ് ചെയ്താൽ തിളക്കം കാണാത്ത എന്താ പറയുക, ആനിമേറ്റഡ് ആയിട്ട് ഇതേപോലെ കുറച്ച് തിളങ്ങിയ ഭാഗത്ത് വെച്ച് മാറ്റിയാലേ കാണാൻ പറ്റും. ഗ്ലോ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഗ്ലോ കുറച്ച് കൊണ്ടുവരാം, മാക്സിമം കൂട്ടിക്കൊണ്ടുവരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. തൊട്ട് താഴെ അത് തന്നെയാണ് ഗ്ലോൻ്റെ. പിന്നെ ഗ്ലോ എത്രത്തോളം പവർഫുൾ ആവണം എന്നുള്ളതാണ്. കണ്ടോ, മാക്സിമം കത്തി നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതേപോലെ എത്രത്തോളം ദൂരത്ത് ഇത് സ്പ്രെഡ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് ഗ്ലോ സൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തൊട്ട് താഴെയുള്ള ബ്ലെൻഡ് നിങ്ങൾ മാനുവലി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമ്മുടെ ആനിമേഷൻ കട്ടായി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഗ്ലോൻ്റെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, മസ്റ്റായിട്ട് ശ്രദ്ധിച്ചോ. ഈ ബ്ലെൻഡിൻ്റെ അകത്ത് വന്ന ശേഷം ഈ ഒരു കീ ഫ്രെയിം കണ്ടോ, ഇവിടെ കീ ഫ്രെയിം തൊട്ട് പതിൽ ആരോ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് 2 എന്നുള്ളൊരു വാല്യൂയിൽ വരും. ഒന്നും കൂടെ അവിടെ ക്ലിക്ക് ചെയ്താൽ 0 എന്നുള്ള വാല്യൂയിൽ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്ലോയും ഇല്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ മുന്നോട്ടേക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് 2 എന്നുള്ള 0.2 എന്നുള്ളൊരു വാല്യൂയിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീ ഫ്രെയിം ഓൾറെഡി വന്നായിരിക്കും കാണാം, ചുവപ്പ് കളറിൽ. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാം, ആ 0.2 ആണെന്ന് കൺഫേം ആക്കിയ ശേഷം ഇവിടുന്ന് മുന്നോട്ടേക്ക് ആഡ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്ലോ വേണമെന്നുള്ളത് കൂട്ടി വെക്കാം. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ ആ ഗ്ലോൻ്റെ ആനിമേഷൻ മാറിയിട്ടുണ്ട്. കണ്ടോ, ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്തൊരു കീ ഫ്രെയിം എത്രയാണ് 0.6ലേക്കാണ് ഉയർത്തിയല്ലേ, അത് തിരിച്ചിവിടെ എന്ത് ചെയ്യാം, മാനുവലി 0.2 കൊടുക്കാം, 0.3 കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എപ്പോഴും എന്ത് ചെയ്യണം, ഈ രണ്ടാമത്തെ കീ ഫ്രെയിമിലാണെന്ന് കൺഫേം ആക്കണം. ആദ്യത്തെ കീ ഫ്രെയിം 0 ആയിരിക്കും, രണ്ടാമത്തെ കീ ഫ്രെയിം നമ്മൾ മാനുവലി ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ അത് മാറും, 0.39 ആയി അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ കീ ഫ്രെയിം ഉണ്ടെന്ന് മസ്റ്റ് കൺഫേം ആക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ ക്ലിയർ ആയി. അതുപോലെ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചപ്പോൾ റീസെറ്റ് ചെയ്ത് കണ്ടോ, ഇനി നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഗ്ലോ എഫക്റ്റ് പോലെ തോന്നാൻ കാരണം എന്താണെന്ന് അറിയാം, ഇവിടെ ജമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഇവിടെ ഒരിക്കലും റീസെറ്റ് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ ഞാൻ രണ്ടും അടിച്ച് പഴയ മോഡലിൽ ഇങ്ങനെ പോവാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവനെ ഡിലീറ്റ് ചെയ്ത ശേഷം പുതിയതായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെയാണ്. ആ ആനിമേഷൻ കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ഇനി തൊട്ട് താഴെയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചേഞ്ച് കളറുള്ള ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ തൊട്ടിപ്പുറത്ത് സിംഗിൾ കളർ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ചയാണെങ്കിൽ പച്ചയിൽ മാത്രം വർക്കാവും. പിന്നെ ചുവപ്പിലേക്ക് ഏതെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ മഞ്ഞയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മഞ്ഞ മാത്രമായിരിക്കും പിന്നെ ഉണ്ടാവുക.
ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. നേരെ ഇവിടെ വന്ന് ചേഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയി വന്നോളും. അപ്പോൾ നമുക്ക് സിംഗിൾ കളറിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, തൊട്ട് താഴെ ജമ്പാണ് വരുന്നത് അല്ലേ. ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ജമ്പാവും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്മൂത്ത് അല്ലേ, സ്മൂത്ത് ഇതേപോലെയാണ് വരിക. അപ്പോൾ ജമ്പിനും സ്മൂത്തിനും സെപ്പറേറ്റ് ആനിമേഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ജമ്പാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മളിവിടെ ജമ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജമ്പിൻ്റെ ഓപ്ഷനിൽ വരിക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ കീ ഫ്രെയിമിൽ തൊട്ടിപ്പുറമുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 1ലേക്ക് വരും അല്ലേ. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയിലേക്കാണ് പോവുക, 0.81 എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ചെറുതാക്കി വെക്കാം. ഇനി ഒന്നും കൂടെ ഇങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ 1ലേക്ക് തന്നെ തിരിച്ചു വരില്ലേ. 1ൻ്റെ കുറച്ച് മുന്നോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങനെ കയറ്റി വെക്കണമെങ്കിൽ ഇതേപോലെ കയറ്റി വെക്കാം. കണ്ടോ, ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഭയങ്കരമായൊരു എഫക്റ്റായി. അപ്പോൾ ഇത് വേണ്ട, പഴയ പോലെ വേണമെങ്കിൽ റീസെറ്റ് ചെയ്ത് എന്താണ് പറഞ്ഞത്, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 1ൽ വരിക. ഓക്കെ, 1ൽ സെറ്റാണ്. സോറി, ഇവിടെ അല്ല, ജമ്പിലാണല്ലേ. 1ൽ സെറ്റാണ് അവിടെ. അപ്പോൾ 1 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 0.45 ആണ് വരുന്നത് അല്ലേ. ഇവിടെ മാറ്റിയിട്ട് 0.8 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുക, അല്ല 8.1 കൊടുക്കുക. അപ്പോൾ നമ്മൾ നോർമൽ എങ്ങനെയാണോ അങ്ങനെ വരും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഈ സ്മൂത്ത് ആണെങ്കിലോ ജമ്പെന്ന് മാറ്റി സ്മൂത്തിലേക്ക് മാറ്റുക. സ്മൂത്തിൽ ഇതേപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യത്തെ ആനിമേഷൻ 1ലാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആനിമേഷൻ എവിടെ വരുന്നത്, ഇതേപോലെ 0.81ലാണ് വരുന്നത്. 0.45 എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ വാല്യൂ മാറിയിട്ട് അപ്പോൾ നോക്കിയോ കണ്ടോ, ഇതേപോലെ ആവും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൈസ് ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് കട്ട് ഓഫ് ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ കട്ട് ഓഫ് ആയി പോകുന്നു തോന്നുകയാണെങ്കിൽ സെറ്റിങ്സിൽ വരിക, ഇത്തിരി സൂം ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണ്ട പോലെ. ഓക്കെ അല്ലേ, ഇപ്പോൾ ആ ഒരു കട്ടിങ് പോയിക്കോളും. അപ്പോൾ ആദ്യത്തെ ഒരു എഫക്റ്റ് ഇതാണ്. ഇതിന് നമ്മൾ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത എഫക്റ്റാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങുക. നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യും. അതേപോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂഷൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ ഡാവിഞ്ചി റിസോൾവും ഫ്യൂഷനും കളർ പേജൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയം കോഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് A to Z കാര്യങ്ങൾ ഓർഡറായിട്ട് പഠിക്കാനും പറ്റും കേട്ടോ. പിന്നെ തൊട്ട് നമ്മൾ അടുത്തൊരു എഫക്റ്റ് കാണിക്കുന്ന ഇതാണ്. ഇത് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇത് 100 രൂപയുടെ പാക്കേജാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റിങ്സ് ഒക്കെ കുറയും. ടൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പേര് എഴുതാം. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ കുറച്ചുകൂടി ലൈറ്റ് വേർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ ഇതേപോലെ കൂട്ടി വെക്കാം. ആനിമേഷൻ ഉണ്ടാവില്ല. ആനിമേഷൻ വേണമെങ്കിൽ നിങ്ങൾ മാനുവലി കൊടുക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ ഇതേപോലെ ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതിന് 100 രൂപയാണ്, ചെറിയ പൈസയേ ഉള്ളൂ. പിന്നെ ബാക്കി എഫക്റ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട പോലെ ആക്കാം. പിന്നെ ഗ്ലോയിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഗ്ലോ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആനിമേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ പറയുക, ഒരു സ്മൂത്തും കാര്യങ്ങളും കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ മറ്റൊരു പാക്കേജ് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിലും കളറൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കളർ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നത് എവിടെയാണ്, ഹ്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു കളറിലേക്ക് ഇതേപോലെ മാറ്റി വെക്കാം. കണ്ടോ, അതിൻ്റെ ഗ്ലോയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ സാച്ചുറേഷൻ ഓപ്ഷൻ ഉണ്ട്. സാച്ചുറേഷൻ കുറച്ച് വെക്കാം, കൂട്ടി വെക്കാം. കണ്ടോ, ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ ആണ്. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഫ്രീ എഫക്റ്റ് ആണ്. ഫ്രീ എഫക്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് വേറെ സെറ്റിങ്സ് ഒന്നും വരില്ല. പേര് മാറ്റാം, ടൈറ്റിൽ മാറ്റാം, അതേപോലെ ഫോണ്ട് മാറ്റാം, പിന്നെ സൈസ് മാറ്റാം. കണ്ടോ, സൈസ് ഇതേപോലെ മാറ്റാം. പിന്നെ ഗ്ലോ എത്രത്തോളം വേണമെന്നുള്ളത് ഇവിടെ തീരുമാനിക്കാം. കണ്ടോ, അതേപോലെ ഗ്ലോ ഇവിടെയും തീരുമാനിക്കാം. അതിൻ്റെ എത്രത്തോളം കൂട്ടി വെക്കണം എന്നുള്ളത് ഈ ഒരു 3 ഗ്ലോ എഫക്റ്റ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആണ്. തികച്ചും ഫ്രീ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മാനുവലി ആനിമേഷൻ കൊടുക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ആനിമേഷനൊക്കെ കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഗ്ലോ ഒക്കെ കയറി വരുന്ന ആനിമേഷനൊക്കെ കൊടുക്കാം. ബാക്കി ആനിമേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പാക്കേജ് വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഇതേപോലെ 4 കളറാണ്, ഇതേപോലെ 5 കളറാണ് വരുന്നത്. ഒരു ഗ്രീന്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചാൽ ഗ്രീന്, പിങ്ക്, റെഡ്, യെല്ലോ. ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് എന്നുള്ള ലിങ്കിലേക്ക് വരിക. ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് എത്തുക. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ പ്രീമിയം ക്ലാസ്സിന് ഡെമോ വെർഷനൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കയറിയാൽ ഡെമോ വെർഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ഓരോ വീഡിയോസൊക്കെ ഇവിടെ എങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ള രീതിയൊക്കെ ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ വീഡിയോസൊക്കെ മെയിൻ പേജിലാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് പാക്കേജിൻ്റെ അകത്ത് വരിക. എഫക്റ്റ് പാക്കേജിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് എഫക്റ്റുകളുണ്ട്. അതിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ കണ്ടോ, ഗ്ലോ ഫ്രീ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡായി. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഫക്റ്റിൻ്റെ പേര് ഗ്ലോ എഫക്റ്റ് എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൻ്റെ നമ്പർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത ലിങ്കാണ്, ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് വരും. പിന്നെ QR കോഡ് സ്കാൻ ചെയ്താലും മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വേറെ നമ്പറായിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ.
പിന്നെ ഗ്ലോ പ്രോ ആണ് വേണ്ടെങ്കിൽ അതിന്ന് മെസ്സേജ് അയക്കുക. ഗ്ലോ ആണെങ്കിൽ ഗ്ലോ എഫക്റ്റ്. ഇതാണെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മിന്നലിൻ്റെ ഒക്കെ എഫക്റ്റുകളുണ്ട്. ഇതൊക്കെ ലൈറ്റ്നിങ് എഫക്റ്റ് ഇല്ലേ അതൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ക്വിക്ക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഉണ്ട്. ഇത് രണ്ടും കണ്ടു നോക്കിയെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം. പിന്നെ അതേപോലെ എല്ലാത്തിൻ്റെയും വീഡിയോ ഉണ്ട്. എഡിറ്റ് പേജിൽ തന്നെ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, മാസ്കിങ് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ ഡൗൺലോഡ് പേജിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. വിൻഡോസിലായാലും മാക്കിലായാലും അതിൽ ഗ്ലോ എഫക്റ്റ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ ഞാൻ അയച്ചിരുന്ന ഫയലാണ് എന്ത് ചെയ്യാൻ, ജസ്റ്റ് വാട്സപ്പ് ഒന്ന് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് എവിടേക്കെങ്കിലും ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ ഏതെങ്കിലും അൺസിപ്പ് സോഫ്റ്റ്വെയർ വെച്ച് അൺസിപ്പ് ചെയ്യുക. ഞാൻ അയച്ചിരുന്നത് അൺസിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഡൗൺലോഡ് ചെയ്ത് മാത്രം അൺസിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് പുറത്തേക്ക് ഇടുക. ഏത് സോഫ്റ്റ്വെയർ എങ്കിലും യൂസ് ചെയ്തിട്ട് അൺസിപ്പ് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് അടിക്കുക. ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഓവർറൈറ്റ്. ആ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഡാവിഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിൽസ്, അതായത് എഫക്റ്റിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽസ് വരിക അല്ലേ. ടൈറ്റിൽസിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഫോൾഡർ അപ്പിയർ ആയിട്ടുണ്ടാവും. അതിൽ 4 എഫക്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതേപോലെ വേറെ ഉണ്ടാവും. ഈ രണ്ടും വേറെ വേറെ തന്നെ ഉണ്ടാവും. ലൈറ്റ്നിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ ലൈറ്റ്നിങ് ഉണ്ട്. ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ മാറ്റാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതേപോലെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ലൈറ്റ്നിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാം, സ്ട്രെങ്ത്ത് കുറയ്ക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും കൂടെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.